തിരുവനന്തപുരം വർക്കലയിൽ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. മദ്യലഹരിയിൽ വെള്ളറടയിലെ സുരേഷ് കുമാറാണ് ഈ അതിക്രമം കാണിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നറിയുന്നു. എന്നാലും നമ്മുടെ ട്രെയിനുകളിൽ എത്രമാത്രം സുരക്ഷയുണ്ട് സ്ത്രീകൾക്ക് എന്നുള്ള ചോദ്യം ഉയർത്തുകയാണ് വർക്കലയിലെ സംഭവം. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന കേരള എക്സ്പ്രസിൽ രാത്രി 8:40 സംഭവം. ആലുവയിൽ നിന്നാണ് പരിക്കേറ്റ പെൺകുട്ടിയും സുഹൃത്തും ട്രെയിനിൽ കയറിയത്. വറക്കലയ്ക്കും കടക്കാവൂരിനും ഇടയിൽ വെച്ചായിരുന്നു ആക്രമണം. പ്രതി പിന്നിൽ നിന്ന് ചവിട്ടി താഴേക്കിടുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന പറഞ്ഞു. ചേച്ചി, ഞങ്ങൾ ട്രെയിനിലിരിക്കുമായിരുന്നു. ഇരുന്ന സമയത്ത് ഒരു ബന്ധമില്ലാതെ ഇയാൾ വന്ന് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിടുമായിരുന്നു പുള്ളിക്കാരിയെ. ഞാൻ വാഷ്റൂമിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യും എൻ്റെ കാലും പിടിച്ച് എന്നെയും പിടിച്ചങ്ങ് തള്ളി. ഞാൻ പാതി പുറത്തായി. അവിടെ നിന്നൊരു ചേട്ടൻ പിടിച്ച് കയറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പാളത്തിൽ വീണ് കിടന്ന പെൺകുട്ടിയെ പിന്നാലെ വന്ന കൊല്ലം മെമുവിലാണ് വർക്കലയിലെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തള്ളിയിട്ടതാണ്. അവിടെ നിന്ന് വേറെ മെമ്മോയിൽ വരക്കല റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ഞാൻ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് ഇൻക്യുബേറ്ററെല്ലാം ചെയ്ത് വെന്റിലേറ്ററാക്കി ഇവിടെ കൊണ്ടുവന്നു. ബോധാവസ്ഥ. ആരൊക്കെയാണ് കൂടെ വന്നത്? കൂടെ വന്നത് പോലീസുകാരാണ് വന്നത്. ബന്ധുക്കളൊന്നും വന്നിട്ടുണ്ട്. വെള്ളറട പനച്ചുമൂട് സ്വദേശിയും സ്ഥിരം മദ്യപനുമായ സുരേഷ് കുമാറാണ് കൊലപാതക ശ്രമത്തിന് പിന്നിൽ. മദ്യലഹരിയിലായിരുന്ന പ്രതി ആക്രമണത്തിന് ശേഷവും ട്രെയിനിൽ യാത്ര തുടർന്നു. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് റെയിൽവേ പോലീസ് പ്രതിയെ പിടികൂടുന്നത്. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും പ്രതി സംസാരിച്ചത് പരസ്പര വിരുദ്ധമായി. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു യുവതി ജീവൻ നിലനിർത്തിയിരുന്നത്. എന്നാൽ നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് റെയിൽവേ സെക്യൂരിറ്റി കമ്മീഷണറുടെ പ്രതികരണം. 24 തിരുവനന്തപുരം. എന്തായാലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു അനുഭവമാണ്. വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തലയ്ക്ക് പരിക്കേറ്റ 19-കാരിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയതായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിയിൽ സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. വെള്ളറടയിലെ സുരേഷ് കുമാറിന്റെ വിശദാംശങ്ങൾ കിട്ടി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ റെയിൽവേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ഷെബീദ് റാവുത്തറും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മേഘന മുരളിയും അതുപോലെ ഈ അതിക്രമണം നടന്ന വർക്കലയിൽ നിന്ന് മനീഷ് മഹിമാലും തത്സമയം ചേരുകയാണ്. ആദ്യം ഷെബീദ് റാവുത്തറിലേക്ക്. ഷെബീദ്, ഗുഡ് മോർണിംഗ്. ശരിക്കും നമ്മൾ കേട്ടാൽ ചങ്കിടിപ്പ് കൂട്ടുന്ന സംഭവങ്ങളാണ് ഓരോ പ്രഭാതത്തിലും നമ്മെ തേടി വരുന്നത്. ഏറ്റവും അവസാനം വർക്കലയിലെ ഈ സംഭവം. ഉറപ്പായിട്ടും വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് ഇന്നലെ 8:30-ക്ക് ശേഷം ഈ വർക്കലയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് ലഭിച്ചത്. ഏറ്റവും പ്രധാനം 8:40 വർക്കലയ്ക്കും കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വെച്ച് ഈ സംഭവം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ച് ട്രെയിനിൽ തള്ളിയിട്ടതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി, അതായത് അർച്ചന എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയെയും ഉപദ്രവിക്കാൻ ഈ സുരേഷ് കുമാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രവുമല്ല, അതിനുശേഷം ഈ അർച്ചന നിലവിളിച്ചപ്പോൾ മാത്രമാണ് ഈ വിഷയം കോ പാസഞ്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അവരെത്തി ചെയിനൊക്കെ വലിച്ച് ഇയാളെ കീഴ്പ്പെടുത്തി ഈ ആദ്യം ഇയാളെ കൊണ്ടുവരുന്നത് ട്രെയിനിൽ തന്നെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം ഈ കൊച്ചുവേളിയിൽ എത്തിയിട്ടാണ് റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഈ ഫോർട്ട് ആശുപത്രിയിലടക്കം ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇയാളോട് ആവർത്തിച്ച്, അതായത് നമ്മൾ തന്നെയാണ് ഇയാൾ വൈദ്യപരിശോധനയ്ക്ക് പോയത്. അപ്പോൾ ഇയാളോട് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഇയാളുടെ മറുപടികൾ, ഇയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ഇയാൾ നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മദ്യപിച്ചു എന്ന് ഇയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ആക്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ആക്രമിച്ചു എന്ന് പറയുന്നില്ല. അതിനുശേഷം ഇയാളെ തിരികെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പോയപ്പോഴും ഈ പോലീസ് ജീപ്പിനകത്ത് വെച്ച് ഇയാൾ നടത്തിയ നാടകീയമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ ഫ്രണ്ടിലത്തെ സീറ്റിന്റെ മുമ്പിലേക്കൊക്കെ പോയി ഇയാൾ അവിടെയുള്ള പോലീസുകാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയുള്ള വളരെ വൈകൃതം നിറഞ്ഞ രീതിയിലുള്ള ചില പെരുമാറ്റമൊക്കെ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷൻ, അതിനുള്ളിൽ ഈ പ്രതി സുരേഷ് കുമാർ ഉണ്ട്. ഇയാളുടെ വിയറബോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇയാൾ ഈ വെള്ളറട സ്വദേശിയാണ്. വെള്ളറട ചെറിയ കൊല്ല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്.
എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചവരെ ഇയാളെ പ്രദേശത്ത് കണ്ടവരുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ 11 ഇയാൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇയാൾ കോട്ടയത്തേക്ക് പോയി എന്നുള്ളതാണ് ഇയാളുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്ന കാര്യം. കോട്ടയം ഏറ്റുമാനൂരിലേക്ക് ജോലി അന്വേഷിച്ച് പോയി അവിടെ ഇയാളുടെ ഒരു സുഹൃത്തും ബന്ധുവുമായിട്ട് ഒരാളെ കണ്ടു. അതിനുശേഷം ഇയാൾ തിരികെ ഇങ്ങോട്ടേക്ക് മടങ്ങി യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ അക്രമ സംഭവം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇയാളെ ഇന്നലെ ഏതാണ്ട് രാത്രി ഒരു 12 കൂടിയാണ് ഇവിടേക്ക് എത്തിക്കുന്നതിന് ശേഷം ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് സുരേഷ് കുമാറിനെതിരെ കേസെടുത്തിട്ടുള്ളത്. BNS 109 എന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഇയാളുടെ മറ്റു വകുപ്പുകളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുള്ള ബോധാവസ്ഥ ഇയാൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ തന്നെ നേരിട്ട് ദൃക്സാക്ഷികളിൽ നിന്ന് കണ്ട കാര്യമാണ്. അപ്പോൾ ഇന്ന് രാവിലത്തിന് ശേഷം മാത്രമായിരിക്കും ഇയാളെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും മോട്ടീവ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നില്ല. ഈ അർച്ചനയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയും ആലുവയിൽ നിന്നാണ് ഈ ട്രെയിനിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ കയറുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കമുള്ളതായി പറയുന്നില്ല. അതേസമയം ഒപ്പമുണ്ടായിരുന്ന അർച്ചന ഇന്നലെ പറഞ്ഞ കാര്യം ഈ പെൺകുട്ടി ഈ ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വർക്കല സ്റ്റേഷൻ പാസ് ചെയ്തിരുന്നു. ഇറങ്ങിയ ശേഷമാണ് ഇയാൾ ഇങ്ങനെ ചവിട്ടി പിന്നിൽ നിന്ന് വന്ന് ചവിട്ടി ട്രെയിൻ പുറത്തേക്ക് ഇടുന്ന ദൃശ്യം ഇവർ ഇത് കാണുന്നത് എന്നുള്ള കാര്യം ആ പെൺകുട്ടി മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് മോട്ടീവ്, ഏതെങ്കിലും തരത്തിലുള്ള മറ്റു വിഷയങ്ങൾ ട്രെയിനിൽ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം റെയിൽവേ പോലീസ് നടത്തി വരികയാണ്. ഷെബീദ് റാവുത്തറാണ് റെയിൽവേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.